സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉചിതമായ ഒരു നടപടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് നേരിട്ട് സഹായം എത്തിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയോട് ഉദ്ദേശിച്ചിരുന്നത്. ഒരു കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ഒരു രോഗം കൂടി വന്നാലുള്ള അവസ്ഥയാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിൽ ഞാൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ഉചിതമായ അനുസ്മരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പാലിയേറ്റീവ് കെയറിനെ ഹോം കെയറിനെ കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് ഒരവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കോട്ടെ. എന്തുകൊണ്ടെന്നാൽ പാലിയേറ്റീവ് കെയറും ഹോം കെയറിനെ കുറിച്ച് അവയർനെസ് പബ്ലിക്കിനുണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആര് തന്നാലും ഞാനവിടെ വരും. മറ്റു പരിപാടികളൊന്നും വേറെ പരിപാടി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ അന്ന് ആദ്യമേ സാറ് വിളിച്ചപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു വൈക്കത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഡേറ്റ് തെറ്റിപ്പോയതുകൊണ്ട് അപ്പോൾ സാറിനോട് ഞാൻ ആ പരിപാടി പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയും പിന്നെ ഞാൻ ഇന്ന് വെരിഫൈ ചെയ്തപ്പോൾ അത് നാളെയാണ്. അതുകൊണ്ട് ഞാനിത് കാരണം ഇത് തന്നെയാണ്, ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം എല്ലാവർക്കും വേണം. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ സംസാരിക്കുമ്പോൾ കടന്നു പോകാം. എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് ആദ്യം അറിയണം. അതായത് സാന്ത്വന പരിചരണം എന്ന് പറയുന്നത് നമ്മൾ ദീർഘകാല ഗുരുതരമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന രോഗികളുടെ അവരുടെ കുടുംബങ്ങളുടെയും സമഗ്രമായ പരിചരണമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാലിയേറ്റീവ് കെയറിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഹോം കെയറാണ്. ഈ സമഗ്രമായ പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കിടപ്പിലായ രോഗികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഗുരുതരമായ രോഗമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചും അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, അവർക്ക് മറ്റ് സാമൂഹിക പ്രശ്നങ്ങളുണ്ടാകാം, മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, ആത്മീയ പ്രശ്നങ്ങളുണ്ടാകാം. ഈ 4 കമ്പോണൻറ്റും കൂടി ചേർന്നതാണ് ഈ സമഗ്രമായ, അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് സമഗ്രമായ പരിചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച്, ഒരു 10-15-20% ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് നിന്നെങ്കിൽ, ഞാനും ബാക്കി നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്, സമൂഹത്തിൻ്റെ പാർട്ട് തന്നെയാണ്. ഡോക്ടർ എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെ ഒരാളാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്നെങ്കിൽ ബാക്കി പ്രശ്നങ്ങൾ ബാക്കി 75% പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഹോം കെയർ പാലിയേറ്റീവ് കെയറിൻ്റെ നട്ടല്ല എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ വേണ്ടത് ഏകദേശം 6 കോടി ജനങ്ങൾക്ക് മുകളിലാണ്. ഇതിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 2% എന്നൊക്കെയാണ് നേരത്തെ അറിഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ കേരളം കുറച്ചുകൂടി നല്ല രീതിയിൽ പോകുന്നു. 60% കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനകത്തൊരു ഗുണമേന്മ നിലനിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 60%-നും ഗുണമേന്മ നിലനിർത്തിക്കൊണ്ടുള്ള പാലിയേറ്റീവ് കെയർ ആണോ കിട്ടുന്നതെന്ന് ചോദിച്ചാലല്ല, എല്ലായിടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലിയേറ്റീവ് കെയറിൽ 60% കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതെന്ന് തോന്നുന്നെങ്കിലും ശരിക്കും അല്ല. നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകാനുണ്ട്. പിന്നെ പാലിയേറ്റീവ് കെയറിലോട്ട് എല്ലാവരും വരണമെന്ന് പറയാൻ, മുന്നിട്ടിറങ്ങണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരാൻ സാധ്യതയുള്ളതാണ്. അതായത് ഉടൻ മരണം സംഭവിക്കുന്നവരുടെ കണക്കെടുത്താൽ വെറും 10-15% ഉണ്ട്. ബാക്കി 85% നമ്മളും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല രോഗികളും കടന്നു പോകുന്ന അവസ്ഥയിലൂടെ ആയിരിക്കും നമ്മളും കടന്നു പോകേണ്ടത്. ആ ഒരു ധാരണയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്.
2008 കേരള ഗവൺമെൻറ് ഇതിൻ്റെ പോളിസി കൊണ്ടുവന്നെങ്കിലും നമ്മൾ അധികം അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് 2023-19 അത് പുതുക്കി. പക്ഷേ ഇപ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ശൈലി ആപ്പ് വഴി ഇത് ഒരു ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒരു 30,000 പോപ്പുലേഷനിൽ 750 രോഗികൾക്കെങ്കിലും ഹോം കെയർ ആവശ്യമുണ്ട്. അതായത് ഒരു 2.5% ആൾക്കാർക്ക് ഹോം കെയർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഹോം കെയറിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ആ രോഗിയുടെ കുടുംബത്തിൻ്റെയും നിലവാരം താഴ്ന്നു പോയി കാണുക. ഈ അസുഖം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഏകദേശം ഈ ചികിത്സ കൊണ്ട് നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ പോകുന്നവരുടെ എണ്ണം ഏകദേശം 5 കോടി 6 കോടിയോളൊക്കെ വരും. അപ്പോൾ അവരുടെ വ്യക്തികളുടെ ശാരീരിക പരിചരണത്തോടൊപ്പം താഴ്ന്നുപോയ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഈ പരിചരണത്തിന് കുടുംബാംഗങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ടായിരുന്നു. അന്ന് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ജനനം തൊട്ട് മരണം വരെയും ഒരു കുടുംബത്തിനകത്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാർഷിക സംസ്കാരം നിലനിന്നിരുന്ന സമയത്ത് മാത്രമല്ല, മറ്റ് ബന്ധുക്കളെല്ലാവരും അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പരിചരണം, ജനനം മുതൽ മരണം വരെയുള്ള പരിചരണം ആ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമ്മളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി വിട്ട് ഒരു ന്യൂക്ലിയർ ഫാമിലി വ്യവസ്ഥയിൽ പോയപ്പോൾ പലർക്കും എങ്ങനെയാണ് എന്താണ് ഈ അവസ്ഥയെ ചെയ്യേണ്ട എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ ഒരു വീട്ടിലൊരു കിടപ്പിലായ രോഗിയുണ്ടെങ്കിൽ അവരെ വീട്ടുകാരെ പരിചരണത്തിന് പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശം നമ്മുടെ ഈ ഹോം കെയർ വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞോട്ട് മാൻ പവർ കുറവാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചരണത്തിന്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഹോസ്പിസ് എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. അവർക്ക് ബേസിക്കലി വിഭവം ധാരാളം ഉണ്ട്. സാമ്പത്തിക വിഭവമുണ്ട്. നമ്മളെ സംബന്ധിച്ച് മാനുഷിക വിഭവങ്ങളാണ് കൂടുതലുള്ളത്. അത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള സർവീസ്, ഹെൽത്ത് കെയർ സർവീസ് എല്ലാവരും എത്തിക്കുക എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മാൻ പവറിനെ നമ്മൾ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഗുണമേന്മയുള്ള സർവീസ് കൊണ്ടുവന്നാൽ നാളെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഹോം കെയർ കൊണ്ടല്ല, അല്ലെങ്കിൽ ഗൃഹപരിചരണം കൊണ്ടുള്ള ഒരു പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, ഗൃഹാന്തരത്തിലുള്ള പരിചരണം രോഗിക്കും കുടുംബത്തിനും കൂടുതൽ സൗകര്യപ്രദമാണ്. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ പരിചരണം കിട്ടാൻ വെച്ചാൽ ആ കുടുംബം വിധ ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. പക്ഷേ വീട്ടിൽ ആ പരിചരണം നമുക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ സൗകര്യപ്രദമായിരിക്കും. പിന്നെ രോഗി പരിചരണത്തിനുള്ള സാമ്പത്തിക ഭാരം ലഘൂകരിക്കാം. ഇപ്പോൾ നമ്മൾ ഹോം കെയറിൽ പോകുമ്പോൾ കത്തീറ്റർ മാറിയിട്ട് കൊടുക്കുന്നുണ്ട്. മാസത്തിലൊരിക്കൽ കത്തീറ്റർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം കെയറിന് പലപ്പോഴും പോകുമ്പോൾ ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത വഴികളിലൂടെയാണ് നമ്മൾ നടന്നുപോയി ആ രോഗിയെ പോയി കാണുന്നത്. അങ്ങനെ കിടപ്പിലായ ഒരു രോഗിയെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഓരോ മാസവും കത്തീറ്റർ മാറണമെങ്കിൽ എത്ര പേര് അതിനായിട്ട് ബുദ്ധിമുട്ടണം, എത്ര സാമ്പത്തിക മുടക്കണം. പിന്നെ വണ്ടി, അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മാറി കിട്ടുമായിരിക്കും. എപ്പോഴും അവിടെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയുക, എല്ലാ സമയവും കാണണമെന്ന് നമുക്ക് വേണ്ട. ഇപ്പോൾ കത്തീറ്ററൊന്നും അവിടെ കാണണമെന്നില്ല, ചിലപ്പോൾ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ കുറേ നാളായിട്ട് കത്തീറ്ററൊക്കെ അവൈലബിൾ ഉണ്ട്. അതിനൊരു ക്ഷാമം വന്നില്ല. മറ്റു മരുന്നുകൾക്കൊക്കെ ക്ഷാമമുണ്ട്, ഇപ്പോഴും ഉണ്ട്. രോഗിയെ കൊണ്ടുവരുന്നതിലെളുപ്പം നമ്മളൊരു ഹോം കെയർ ടീം അവിടെ ചെന്ന് അത് ചെയ്തു കൊടുത്താൽ വളരെ ആശ്വാസമുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഒരു ഇഞ്ചക്ഷൻ വേണ്ടവരുണ്ടാകാം. പക്ഷെ ഇഞ്ചക്ഷൻ സാധാരണ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിനുള്ള കാരണങ്ങൾ ഞാൻ കുറേ വിശദീകരിക്കാം. അതുപോലെ പരിചരണത്തിന് കൊണ്ടുപോകുന്ന യാത്ര ഒഴിവാക്കാം, അല്ലേ? ഒരു തളർന്നു കിടക്കുന്ന ഒരു രോഗിയെ എടുത്ത് മാറ്റണമെങ്കിൽ
നടന്നു പോകുന്നതാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, എടുത്തു മാറ്റണമെങ്കിൽ എത്ര പേര് ബുദ്ധിമുട്ടേണ്ടി വരും. ആ രോഗിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവോ ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് പരിചരണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ആശ്വാസം കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു രോഗിയെ കാണുവാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അവരവസ്ഥ വ്യത്യസ്തമാണ് അവരുടെ സാഹചര്യത്തിൽ കാണുമ്പോൾ. നമ്മൾ പൊതുവെ മലയാളികളെ പൊതുവെ പറ്റുമെങ്കിൽ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, സാമ്പത്തികം കുഴപ്പമില്ല, വീട് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പലപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ ചായ്പോ മറച്ച് കെട്ടിയതോ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള വീട്ടിലോട്ട് കയറാൻ പോകുമ്പോൾ ചെരുപ്പിട്ട് കയറിക്കോ ഡോക്ടറെ എന്ന് പറയുന്ന വീടുകൾ വരെയുണ്ട്. അതിവിടെയല്ല, വേറെ കേരളത്തിന് വെളിയിൽ ഒരിക്കൽ പോയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പാലിയേറ്റീവ് ഒരു വിസിറ്റിന് പോയപ്പോൾ ഹോം കെയറിന് ചെല്ലാവോ എന്ന് ചോദിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ, പക്ഷെ അതിൻ്റെ എന്ന് വെച്ചാൽ 10 മക്കളുണ്ട്, 10 മക്കൾക്ക് ജോലിക്കാരുണ്ട്. പക്ഷെ അവർ അന്നത്തെ വോളണ്ടിയർ പറഞ്ഞത് അവരാദ്യം ചെല്ലുമ്പോൾ ആക്രി സാധനത്തിൻ്റെ കൂടെയാണ് ഈ അമ്മ കിടന്നിരുന്നതെന്ന്. പിന്നെ അവർ ചെന്നതിന് ശേഷമാണ് അത് ക്ലിയർ ആയത്. അപ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനെ അവിടെ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഡോക്ടറെ ചെരുപ്പിട്ടുകൊണ്ട് കയറിയാൽ മതി, അല്ലാതെ അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അവർക്ക് കെയർ പ്ലാൻ ചെയ്യാം, എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിക്കാം. ഹോസ്പിറ്റൽ അഡ്മിഷൻസ് കുറയ്ക്കാൻ പറ്റും നമ്മൾ ചെന്ന് കാണുന്നുണ്ട്. ഒരെണ്ണം വേണ്ടെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുമാതിരി അറിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കിടപ്പിലായവര്, ഗുരുതരമായ അസുഖമുള്ളവര്, വാർദ്ധക്യകാല അസുഖങ്ങള്, പിന്നെ ഇതിനകത്ത് ഒരു സാമ്പത്തികമായ പിന്നോക്കാവസ്ഥക്കാരന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ സമീപിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന പല സംഘടനകളും ഉണ്ട്, എനിക്ക് നേരിട്ടറിയാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആ സംഘടന NGOസിൻ്റെ വാഹനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുപോവുകയും ഡയാലിസിസിന് കൊണ്ടുപോവുകയും ഡയാലിസിസിന് വേണ്ട കിറ്റുകൾ അതൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ അവരങ്ങ് വീട്ടിൽ കിടക്കും. ഇപ്പൊ ഈ ഒരു ആലപ്പുഴ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യന്റ്, റീനൽ ട്രാൻസ്പ്ലാന്റിന് നമ്മൾ ആദ്യമേ എല്ലാവരും കൂടി പിരിച്ചങ്ങ് ചെയ്യും. അത് കഴിഞ്ഞവർക്ക് മാസം കുറച്ച് ചെലവുണ്ട്. അപ്പൊ അതിലോട്ട് കടന്നപ്പം വൈഫാണ് കൊടുത്തത്. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പം അവര് ഇതിന്റെ കോസ്റ്റൻസ് കൊണ്ട് അതിന്റെ ആ മരുന്നുകൾ കഴിക്കാതെയും ആ കിഡ്നി റിജക്റ്റായി ഡെത്തായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, വേണ്ട സഹായങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ആ ഭാര്യയുടെ ഒരു കിഡ്നിയും കുറെ പൈസയും പോയെന്നല്ലാണ്ട് വേറെ പ്രയോജനമില്ല. അപ്പോൾ പാലിയേറ്റീവ് കെയറിൽ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഫോളോ അപ്പ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കൃത്യമായ വെല്ലുവിളികൾ നേരിടുന്നവർ, അപ്പോൾ മാനസിക അസുഖമുള്ളവർക്ക് സാധാരണ നമ്മൾ ഇപ്പോൾ ചില NGOs കൃത്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയും മാനസികാസുഖമുള്ളവർക്ക് വേണ്ടിയും ഫിസിയോതെറാപ്പി കൊടുക്കാനും പ്രത്യേകം ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഫിസിയോതെറാപ്പി ആഴ്ചയിലൊന്നെങ്കിലും വേണം. ബാക്കി മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം മാസത്തിലൊരിക്കലൊക്കെ കൊടുക്കുന്ന NGOസുകൾ ആലപ്പുഴ തന്നെ പലയിടത്തും ഉണ്ട്. പങ്കാളികളാകേണ്ടത് നമ്മുടെ ഹോം കെയറിൽ അല്ലെങ്കിൽ ഗൃഹസന്ദർശനത്തിൽ ആരൊക്കെയാണ് ആ ടീമിലുണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഇതിൽ ആ രോഗിയും അതിലെ കുടുംബാംഗങ്ങളും അതിൻ്റെ റിലേറ്റീവ്സ്, നൈബേഴ്സ്, ആ കമ്മ്യൂണിറ്റി. ഇപ്പോൾ പുതിയ പോളിസി അനുസരിച്ച് സാമൂഹിക പങ്കാളിത്തത്തോടെയും NGOയുടെയും ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ആൻഡ് NGOയുടെ പാർട്ടിസിപ്പേഷനിലൂടെ പാലിയേറ്റീവ് കെയർ ടീം വർക്കിൽ കൊണ്ടുപോകണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അതങ്ങനെ പോയാലേ അതൊരു നടക്കുകയുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു ടീം വർക്കായിട്ട് പോകണം. ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ട്, പിന്നെ അതിൽ സോഷ്യൽ വർക്കർ വേണ്ടി വരും, സൈക്കോളജിസ്റ്റ് വേണ്ടി വരും. പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ട് തുടങ്ങാനിരുന്നാൽ ഒരിക്കലും നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. എൻ്റെ തന്നെ അനുഭവം, എൻ്റെ തന്നെ കാഴ്ചപ്പാടുകൾ എല്ലാം കിട്ടിയിട്ട് തുടങ്ങുക എന്നുള്ള ഒരിക്കലും ഉണ്ടായിരുന്നു. അതായത് 2005 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാലിയേറ്റീവ് ക്ലിനിക്ക് തുടങ്ങാൻ
തുടങ്ങാൻ മോർഫിൻ കിട്ടിയിരുന്നില്ല, ഓറൽ മോർഫിൻ കിട്ടിയിരുന്നില്ല പെയിന് കൊടുക്കാൻ. അതുവരെയുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അന്നത്തെ പ്രിൻസിപ്പാളായ ഡോക്ടർ പ്രവീൺലാൽ സാറിനോട് പറഞ്ഞു, സാറേ ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറാണ് എന്നോട് പറഞ്ഞത്, അത് മോർഫിൻ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ, പാലിയേറ്റീവ് കെയർ വേറെ എന്തൊക്കെ കിടക്കുന്നു നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഇത് 2005 ഒക്ടോബറിൽ തന്നെ ഒരു ഉദ്ഘാടനമൊക്കെ വെച്ച് അങ്ങ് തുടങ്ങാം എന്ന് നമ്മുടെ KS മനോജ് MP ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാം കിട്ടിയിട്ട് തുടങ്ങൽ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്ക് എവിടെ വെച്ച് തുടങ്ങാവോ അവിടെ വെച്ച് അങ്ങ് തുടങ്ങുക. പിന്നെ ഇതിന്റെ ഒരു സംഘാടനം എന്ന് പറഞ്ഞാൽ, ഈ ഹോം കെയറിന്റെ സംഘാടനം എന്ന് വെച്ചാൽ ബേസിക്കലി 3 ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വോളണ്ടിയർ ഹോം വിസിറ്റ്, ഹോം കെയർ. സെക്കൻഡ് വൺ നേഴ്സസ് ഹോം കെയർ. തേർഡ് വൺ ഡോക്ടേഴ്സ് ഹോം കെയർ. അതിൽ പിന്നെ വേണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അങ്ങനെ ഒരു ഹോം കെയർ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അത് നമ്മുടെ വിഭവശേഷി അനുസരിച്ചിരിക്കും. ഈ വിഭവശേഷിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാൻ, 2007 ഇവിടെ കഞ്ഞിക്കുഴിയിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് നമ്മുടെ ഇവിടെ പാലിയേറ്റീവ് കെയർ സിസ്റ്റമൊന്നും NGOs ഒന്നും ഇതുപോലെ അന്നത്തെ ആരും ഇല്ലായിരുന്നു. അപ്പം അന്ന് ഡോക്ടർ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാലിയേറ്റീവ് കെയർ കഞ്ഞിക്കുഴിയിലുണ്ട്, പ്രാവശ്യം ഒന്ന് കാണാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട് വൈക്കായതുകൊണ്ട് ഇടയ്ക്ക് അത് വഴി പോകുമ്പോൾ കണ്ടോളാന്ന് പറഞ്ഞ് പോയി കണ്ടു. അല്ലെങ്കിൽ അവർ ആദ്യം പോയി കണ്ടു, അതിന് ശേഷം അവർ ഇടയ്ക്ക് വണ്ടി കൊണ്ടുപോകും. പക്ഷെ ആ ഒരു തീരെ പാവപ്പെട്ട കുടുംബമാണ്. മകനൊരു സൈക്കിൾ റിപ്പയർ വകുപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ ആലോചിക്കും. അവർ തൊടുന്നിടമൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു പ്ലാസ്റ്ററെങ്കിലും കുറഞ്ഞ പക്ഷം ഇടണം, വേദനയെങ്കിലും കുറയാൻ. ബോൺ ജോയിൻ ചെയ്തോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ അവസ്ഥയിൽ. അപ്പോൾ അവർ പറഞ്ഞാൽ അത് ഡോക്ടർ പറഞ്ഞാൽ മതി. അവരുടെ ചുറ്റിനും ആളുണ്ട്, അവർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ആളുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഡയറി വന്നപ്പോൾ, അയ്യോ ഇത്രയും കുറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ജനാംശം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു IV ഫ്ലൂയിഡ് ഇടണമല്ലോ എന്ന് പറഞ്ഞ്, അത് ഡോക്ടർ ഏത് ഫ്ലൂയിഡാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അതായത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു സ്റ്റാഫ് നേഴ്സ് നടത്തുന്നത് അതുപോലെ അന്ന് നടന്നിരുന്നു. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളുണ്ട്, നമ്മളത് കണ്ടുപിടിച്ച് ഉപയോഗിക്കണം. ഈ വോളണ്ടിയർ ഹോം കെയറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിലുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. ഒന്ന് ട്രെയിൻഡ് വോളണ്ടിയേഴ്സ്, അല്ലാതെ ട്രെയിനിങ് കിട്ടാത്ത വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ OPയിൽ വരുന്നതിൽ ട്രെയിൻ ചെയ്യാത്ത വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പൊ തോട്ടപ്പള്ളിയിൽ നിന്നൊരു പേഷ്യന്റ് വരുന്നുണ്ട്. ആ പേഷ്യന്റ് എന്നെ നേരിട്ട് വന്ന് കാണണമെങ്കിൽ അവർ ഓട്ടോ പിടിച്ച് വരണം, ആരെങ്കിലും സഹായിക്കണം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചോദിച്ചു, ഡോക്ടർ ആരെങ്കിലും വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാനും ഓരോരുത്തർ വരുന്നുണ്ട്. ഒരു പാലിയേറ്റീവ് വോളണ്ടിയർ തന്നെയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നില്ലെങ്കിലും അവരൊരു പാലിയേറ്റീവ് വോളണ്ടിയർ തന്നെയാണ്. അതായത് പാലിയേറ്റീവ് ഈ സംസ്കാരം നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ ഈ നമ്മളുടെ ന്യൂക്ലിയർ ഫാമിലി അങ്ങനെയൊക്കെ വന്നപ്പോൾ അതൊരു ഓർഗനൈസ്ഡ് സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നെങ്കിൽ ഇത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലോട്ട് നമ്മൾ മാറിയത്. ഞാൻ പഴയ അങ്ങനെ ആയിരുന്നു ഒരു സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാലിയേറ്റീവ് ഹോം കെയറിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അവർക്ക് വേണമെങ്കിൽ ആ രോഗികളുടെ ട്രാൻസ്പോർട്ടേഷന് സഹായിക്കാം, വണ്ടി വിട്ടുകൊടുക്കാം, സാമ്പത്തികമായ സഹായം ചെയ്യാം, പിന്നെ അതുപോലെ സാമ്പത്തിക സഹായം ചെയ്യാം. അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ഫുഡ് എത്തിച്ചു കൊടുക്കാം, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം. ശരിക്കും പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഹോം കെയർ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് ഈ മരുന്നുകൾ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷെ നമുക്ക് അതിനുള്ള വിഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അവിടെയുള്ളവരെ പറഞ്ഞു വിടുന്നത്. ശരിക്കും നേരിട്ട് കണ്ടുവേണം ഇതൊക്കെ കൊടുക്കാൻ. പിന്നെ ട്രെയിൻഡ് വോളണ്ടിയേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ട വൈകാരികമായ സപ്പോർട്ട് കൊടുക്കുക. ബേസിക് നേഴ്സിംഗ് കെയറിൽ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ കുടുംബാംഗങ്ങൾ അത് ചെയ്യുന്നത് സൂപ്പർവൈസ് ചെയ്യുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും രോഗിയെ കുളിപ്പിക്കുക, വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ അവരുടെ ചലിക്കാനുള്ള
നടക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്ക് പോയി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നേഴ്സിൻ്റെ അടുക്കൽ അത് റിപ്പോർട്ട് ചെയ്യുക, നേഴ്സിന് പറ്റുന്നില്ലെങ്കിൽ അത് ഡോക്ടറുടെ അടുത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. പിന്നെ നേഴ്സസ് ഹോം കെയറിലോട്ട് വരുവാണെങ്കിൽ ഒരു 50 രോഗികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 തൊട്ടൊരു 80 ആകുമ്പോൾ കുഴപ്പമില്ല, 80 ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നേഴ്സ് ഒരു നേഴ്സ് നോക്കേണ്ട രോഗികളുടെ എണ്ണമാണ് ഈ പറയുന്നത്. രോഗികളാണ് ഒരു ഹോം കെയർ യൂണിറ്റിൽ ഉണ്ടാവുക. ഒരു ദിവസം എത്ര രോഗികളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു 6, 7, 8 അതിൽ അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല ശരിയായ രീതിയിൽ കാണുവാണെങ്കിൽ. പക്ഷെ നമുക്ക് ഒരു ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ സിസ്റ്ററൊക്കെ പറയും കൃത്യമായിട്ട്, അവരാണ് ഇതൊക്കെ കണ്ടിട്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഹോസ്പിറ്റലിനകത്ത് നിന്ന് പിന്നെ ഇവർ വിളിക്കുമ്പോൾ പോയി കാണുന്ന മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. ഒന്ന് കാറ്റഗറി എ, അവിടെ വോളണ്ടിയർ കെയറും വേണം, നേഴ്സസ് കെയറും വേണം, ഡോക്ടർ കെയറും വേണം. കാറ്റഗറി ബിയിൽ നേഴ്സസ് കെയറും വോളണ്ടിയർ കെയറും വേണം. സിയിൽ സാമൂഹിക പരിചരണം മാത്രം മതി, അത് വോളണ്ടിയേഴ്സിനും നൈബേഴ്സിനും സൊസൈറ്റിക്കും ഒക്കെ ചേർന്ന് ചെയ്യാം. പക്ഷേ ഈ കാറ്റഗറി എ, ബി, സി എന്ന് പറഞ്ഞാൽ എന്നും അതിനകത്ത് തന്നെ നിലനിൽക്കണമെന്നില്ല. സി ചിലപ്പോൾ ബി ആകാം, ബി ചിലപ്പോൾ എ ആകാം, സി ചിലപ്പോൾ എ ആകാം, എ ചിലപ്പോൾ ബി ആകാം, തിരിച്ച് അവരുടെ അസുഖം മാറുന്നതനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് കാറ്റഗറി മാറുകയും ചെയ്യാം. ഒരിക്കൽ കാറ്റഗറി ഈ പാലിയേറ്റീവ് കെയറിൽ എന്തുകൊണ്ട് പാലിയേറ്റീവ് കെയർ വന്നെന്ന് വിചാരിച്ചാൽ, പണ്ട് കാലത്ത് ഒരു ക്യാൻസർ വന്ന രോഗിയെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആ രോഗിക്ക് ക്യാൻസർ കൊണ്ടുള്ള അസുഖം മാത്രമല്ല, ചികിത്സിക്കാൻ പറ്റുന്ന മറ്റസുഖങ്ങളുണ്ടാകാം, അത് നമുക്ക് ചികിത്സിക്കാം. പക്ഷെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ വീട്ടിൽ കൊണ്ടുപോയി എന്ത് അസുഖം വന്നാലും പിന്നെ ഈ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അങ്ങ് ധരിക്കും. അതേസമയം നമ്മൾ ഹോം കെയറിൽ പോയി പരിചരണം കൊടുക്കുകയാണെങ്കിൽ അത് ചികിത്സിക്കാവുന്ന അസുഖങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു 17 വയസ്സുള്ളൊരു കുട്ടി ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ കഴുത്തിന് താഴോട്ട് തളർന്ന് ട്രക്യോസ്റ്റമിയൊക്കെ ചെയ്ത് കൃത്രിമ ശ്വാസം ചെയ്ത് വീട്ടിൽ കടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ബ്ലഡൊക്കെ പോകുന്നത് നമ്മൾ അവിടെ പോയി കണ്ട് കൾച്ചറൊക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഭേദമായിട്ടുണ്ട്. അതേസമയം ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, നമുക്ക് പാലിയേറ്റീവ് കെയറിൽ അങ്ങനെ ഒരു വാക്കില്ല, ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. ബി പേഷ്യൻസിന് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നേഴ്സസ് ഹോം കെയർ ഒരിക്കലെങ്കിലും മിനിമം കൊടുത്തിരിക്കണമെന്നാണ്. നേഴ്സസ് ഹോം കെയർ ഒരു ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ, 2 പേരുണ്ടെങ്കിൽ എല്ലാ ദിവസവും, ഒന്നിൽ കൂടുതൽ ഒരു യൂണിറ്റിലെ നേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കും. എവരി 3 months പോയി കണ്ടാൽ മതി. അതായത് നേഴ്സസ് ഹോം കെയറിൽ എല്ലാം 3 മാസം കൂടെ പോയി കാണണം, കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അവർ കാറ്റഗറി മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കെയർ സാമൂഹിക സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഡോക്ടേഴ്സ് ഹോം കെയർ 7 തൊട്ട് 10 വരെയാണ് ഒരു ദിവസം കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ 50 തൊട്ട് 80 പേഷ്യൻ്റ് ഉള്ളതിൽ ആഴ്ചയിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടേഴ്സ് ഹോം കെയർ അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ റിസോഴ്സ് അനുസരിച്ച്, അല്ലേ സിസ്റ്റർ കായംകുളത്ത് പോയിട്ട് അവിടെ നിന്ന് തന്നെ വിളിക്കും. ഹോം കെയറിന് പോകുമ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഹോം കെയറിന് നേഴ്സസ് ഹോം കെയറിൽ നേഴ്സും വോളണ്ടിയർ ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സ് ഹോം കെയറിൽ നേഴ്സ്, വോളണ്ടിയർ, ഡോക്ടർ ഉണ്ടായിരിക്കണം. അതിന് പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തമായ പ്ലാനിങ് വേണം. അപ്പോൾ നാളെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകുന്ന ദിവസം രാവിലെ എത്ര പേഷ്യൻസിനെ കാണുന്നു, വോളണ്ടിയറും നേഴ്സും ഡോക്ടറും തമ്മിൽ ഒരു പരസ്പര ആശയവിനിമയം നടത്തി രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ധാരണയായിട്ട് വേണം പോകാൻ. അവിടെ ചെന്നിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യരുത്. അവിടെ ചെന്ന് രോഗിയായിട്ട് നേരിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുടുംബാംഗങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു ധാരണയോട് കൂടി നമ്മൾ ഇന്ന് എന്ത് കെയറാണ് കൊടുക്കാൻ പോകുന്നത്, ആ കെയർ കൊടുത്താൽ അതിനൊരു രേഖയുണ്ടാക്കണം, അവിടെ എഴുതി വെക്കണം. നാളെ അവർ വേറൊരു രോഗിയെ വേറൊരു ഹോസ്പിറ്റലോ വേറൊരു ഹോം കെയർ ടീമോ ആരെങ്കിലും വന്ന് കാണുമ്പോൾ എന്താണ് അവർക്ക് കിട്ടിയെന്ന് അറിയണം. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അതിനകത്ത് എഴുതി വെക്കുകയും ചെയ്യണം. ഇപ്പോൾ കത്തീറ്റർ മാറുന്നു, ഇന്ന ഡേറ്റിന് മാറുന്നു, അടുത്ത കത്തീറ്റർ മാറുന്ന ഡേറ്റ് എന്താണെന്ന് അതിനകത്ത് എഴുതി വെക്കണം.
ചിലപ്പോൾ അതിനു മുമ്പ് മാറേണ്ടി വരും കത്തീഡ്രൽ ബ്ലോക്ക് വന്നാൽ. പക്ഷെ സാധാരണ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ വോളണ്ടിയർ ഹോം കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ രോഗിയുടെ അടുക്കൽ പോയി ഒന്ന് സംസാരിച്ചാൽ മതി. അസീസ് സാറിനോട് ചോദിച്ചാൽ മതി. സംസാരിക്കാനായിട്ട് ഓട്ടോറിക്ഷ കൊടുത്ത് വരുത്തുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അത്ര ഒറ്റപ്പെടലാണ് അവർക്ക്. ഒന്ന് വന്നാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. മറ്റസുഖങ്ങളും ഫിസിക്കലും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല, സംസാരിക്കാൻ ഒരാളെ കിട്ടണം. അപ്പോൾ വോളണ്ടിയേഴ്സിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത്, അതായത് നമ്മുടെ പാലിയേറ്റീവ് പോളിസിയിൽ ഇപ്പോൾ പറയുന്നത് ഒരു കിടപ്പിലായ രോഗികൾക്ക് ഒരു വോളണ്ടിയർ വേണമെന്നാണ്. അതാ ചുറ്റിനുള്ളവർ വിചാരിച്ചാൽ അത് നടക്കും. നാളെ നമുക്കും വേണ്ടി വന്നാൽ അത് ചെയ്യും. ഒരു തിരുവനന്തപുരത്ത് ഇപ്പോഴൊന്നും അല്ല, ഒരു 30-40 വർഷം മുമ്പ് എൻ്റെ ഒരു കസിൻ പറഞ്ഞ പോലെ അവരുടെ അച്ഛൻ ഹെമിപ്ലീജ് വന്ന് കിടപ്പിലാണ്. പക്ഷെ ഒരു കെയറും അവർ കൊടുക്കണ്ട. അടുത്ത വീട്ടുകാരൊന്ന് കുളിപ്പിക്കുക, കിടത്ത്, ആഹാരം കൊടുക്കുക, എല്ലാം ചെയ്തോളും. പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ഒന്ന്, പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആര് എടുക്കണമെന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഒരു കൾച്ചറൽ സിറ്റുവേഷനിൽ കുറച്ച് പ്രഷറുകൾ വരാം. പക്ഷെ അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ അതിലൊരു സെലക്ഷൻ A, B, C കാറ്റഗറിയൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്ന ഒരു റിജിഡ് അല്ല. എന്നാലും പരമാവധി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം പോലെ, ഉമ്മൻചാണ്ടി നടപ്പാക്കിയ പോലെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ നേരിട്ട് സഹായം എത്തിക്കുക. രീതിയിലുള്ള പാലിയേറ്റീവ് കെയർ സർവീസ് വേണമെങ്കിൽ അടുത്ത് ഒരു OP IP സർവീസുള്ള സ്ഥാപനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പലപ്പോഴും അത് സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കെയർ പ്ലാൻ ഉണ്ടാവണം. പെട്ടെന്ന് ഈ രോഗിക്ക് ഒരു ആവശ്യം വന്നാൽ കൊണ്ടുപോകാനൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റമെങ്കിലും നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കണം. അന്നേരം ആലോചിച്ചാൽ വിലപ്പെട്ട സമയങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. ജീവിതത്തിലും പ്രായോഗികമായിട്ട് ആലോചിച്ച് വെക്കേണ്ടതാണ്. അന്നേരം ആലോചിച്ച വിലപ്പെട്ട സമയങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടും. കെയർ കൊടുക്കുന്ന ആള് ബേൺ ഔട്ട് എന്ന് പറയും, ക്ഷീണിത ആകുക എന്ന് പറയും. ഒരാൾ തന്നെ, ഒരു രോഗി ഒരാൾ തന്നെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് കിടപ്പിലായ ഒരു രോഗിയെ പരിചരിച്ചാൽ അയാളുടെ മാനസിക നിലവാരം വേറെ ഒന്നായിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൻ്റെ അവരുടെ ഡിവിഷൻ്റെ പ്രശ്നമായിട്ട് എൻ്റെ മുമ്പിൽ വന്നതാണ്. അപ്പോൾ ഈ ബേൺ ഔട്ട് ഇഷ്യൂ നമ്മുടെ സമൂഹത്തിൽ ഡിവിഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ കൊടുത്ത പ്രായമായ അച്ഛനും അമ്മയും അയാൾ നോക്കട്ടെ എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ അവിടുത്തെ ആ കെയർ ഗീവർ കൊടുത്തത് മരുമകളായിരുന്നു. അപ്പോൾ മരുമകൾ ആ മാനസിക പ്രയാസം പറഞ്ഞ, എനിക്ക് അച്ഛനെ പരിചരിച്ച് ഇത്രയും നാളും പരിചരിച്ച് വന്നത് കെയർ കൊടുക്കാൻ അറിയില്ല, ആരും പറഞ്ഞു കൊടുത്തില്ല, ഒരു പാഡ് പോലും മാറ്റാൻ അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു ഫാദറിലോയാണ്, അമ്മായച്ചൻ മരുമകളെ മാറ്റുന്നത്. അപ്പോൾ ഒരു മെയിൽ പേഷ്യൻറ്റിനെ എങ്ങനെ ചെയ്യണമെന്ന് പോലും ഒരു ധാരണയില്ല. ഫീമെയിലാണെങ്കിൽ പിന്നെ അവർക്കൊരു ഐഡിയ കാണും. ഇത് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവർ തന്നെ ചെയ്ത് അവസാനം വീട്ടിലെ വർക്കും ഉണ്ട്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇടയ്ക്ക് അവസാനം അവർ പറയുകയാണ് എനിക്ക് ഭ്രാന്ത് വരുന്ന ഒരു അവസ്ഥയായെന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത്? പിന്നെ നിങ്ങൾക്ക് ഈ ഡിവിഷനിൽ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹത? അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊപ്പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. പ്രൊപ്പോർഷനായിട്ട് നിങ്ങൾ കെയർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഇത് ചോദിക്കാനുള്ള അർഹത? അപ്പോൾ ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ നൈബേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അടുത്തുള്ളവർ. ഇതൊന്നും പറ്റാത്തവർക്ക് റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ 1-2 ആഴ്ച കിടത്തി അവരൊന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും അവരെ തിരിച്ച് വീട്ടിൽ വിട്ട്, അത് നമ്മുടെ ഹോസ്പിറ്റൽ, ഞാൻ പോകുന്ന CC ഹോസ്പിറ്റലൊക്കെ ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട്, എന്നിട്ട് തിരിച്ചു വിടാറുമുണ്ട്. എമർജൻസി സർവീസ് ഹോം കെയറിൽ ഇപ്പം നമ്മൾ നടപ്പാക്കിയിട്ടില്ല. അതിന് നമുക്ക് ആവശ്യത്തിന് മാൻ പവറും വിഭവങ്ങളും വരുമ്പോൾ നടത്താൻ പറ്റും. ടൈമിലുള്ള സർവീസ് മാത്രമേ ഉള്ളൂ. അതായത് ചില ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുക,
ഡ്രിപ്പ് ഇടുക, അല്ലെങ്കിൽ ഈ വയറിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് കുത്തിയെടുക്കുക. ഇതൊക്കെ ഒരു ഹൈ റിസ്ക് പ്രൊസീജിയറാണ്. അത് സാധാരണഗതിയിൽ ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ വീട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് പേഷ്യൻറ്റും വീട്ടിലെ കുടുംബാംഗങ്ങളും നമ്മുടെ ഗൃഹസന്ദർശന ടീമും ആയിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതിന് വരാൻ സാധ്യതയുള്ള റിസ്കുകൾ അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം മനസ്സിലാക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ വിട്ട പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ നമ്മൾ തന്നെ കൊടുത്തു വിട്ടു. പക്ഷെ ചെന്ന് കുറച്ച് ദിവസം ഡെത്തായി. ഇഞ്ചക്ഷൻ അവർ വീട്ടിലെടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ മുന്നോട്ട് പോകത്തില്ല. ഇതിലൊരു പാൻക്രിയാസ് CA വളരെ അഡ്വാൻസ്ഡ് ആണ്. അധികം ദിവസം പോകില്ല എന്നറിയാം. പക്ഷെ ആ കുടുംബാംഗങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അവരത് ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവരുടെ അനുവാദത്തോടെ വീട്ടിലാണെങ്കിലും ചെയ്യാം. പക്ഷെ അവരുടെ അനുവാദം വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം.